ബഡ്ജറ്റ് ആഫ്റ്റർ ബാലറ്റിൽ നമ്മൾ പരിശോധിക്കുന്നത് നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ രണ്ടാം ടേമിലെ ആദ്യ ബഡ്ജറ്റ് എത്രമാത്രം പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാണ്. 49 വർഷങ്ങൾക്കു ശേഷമാണ് ഒരു വനിതാ ധനമന്ത്രി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതും ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രി അവതരിപ്പിച്ച ആദ്യത്തെ ബഡ്ജറ്റ് നിരാശപ്പെടുത്തിയോ? നിരാശപ്പെടുത്തിയെന്നൊരു പക്ഷം, പ്രതിപക്ഷം. അതല്ല, ഇന്ത്യയുടെ പുതിയ ചുവടുവയ്പ്പാണിതെന്ന് പ്രധാനമന്ത്രിയും ഭരണപക്ഷവും. വാസ്തവം എവിടെയാണ് എന്നാണ് അന്വേഷിക്കുന്നത്. ആദ്യം നമുക്ക് ഇന്നത്തെ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ പരിചയപ്പെടാം. ARലൂടെ സ്ത്രീ ശാക്തീകരണത്തിനാണ് പ്രധാനമായും ഊന്നൽ നൽകിയത് ബഡ്ജറ്റ്. നാരി ടു നാരായണി എന്ന പദപ്രയോഗമാണ് ഇന്ന് നിർമ്മല സീതാരാമൻ ബഡ്ജറ്റിൽ സ്ത്രീകളുടെ ഉന്നമനം ലക്കാക്കിയുള്ള ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഈ പദ്ധതിയെ പ്രഖ്യാപിച്ചത്. അതിനു മുൻപ് നമ്മൾ അതിൽ ഓരോ പദ്ധതികളിലേക്ക് വരുന്നു. വൈദ്യുതിയാണ് ഇന്നത്തെ പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത്. എല്ലാവർക്കും വൈദ്യുതി എന്നത് മാത്രമായിരുന്നില്ല. ഒരു രാജ്യം ഒരു ഗ്രിഡ് പദ്ധതിയാണ് ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതിന്റെ ഹൈലൈറ്റ്. രാജ്യത്തിന്റെ വൈദ്യുതി വിതരണത്തിൽ ഇനി ഫെഡറൽ സംവിധാനങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരൊറ്റ രാജ്യം ഒരൊറ്റ ഗ്രിഡ് എന്ന പദ്ധതി ഇടതടവില്ലാത്ത വൈദ്യുതി സാന്നിധ്യം ജനങ്ങൾക്ക് നൽകുന്നുവെന്ന ഉറപ്പാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം. 2, ഇന്ന് ലോകം കൈയടിച്ചു സ്വീകരിച്ച ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിൽ. അത് ഇലക്ട്രിക് വാഹന നയമായിരുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതിയുള്ളവ്, വാങ്ങുന്ന വാഹനങ്ങൾക്ക് ഇലക്ട്രിക് വാഹനങ്ങളുടെ പലിശ നിരക്കിൽ വൻ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾക്ക് ഉള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നൽകും എന്നും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലുണ്ട്. ഇലക്ട്രോണിക് വാഹനങ്ങളുടെ ഇമ്പോർട്ട്സ്, സാധന സാമഗ്രികൾ ഇറക്കുമതി ചെയ്യുന്ന സാധന സാമഗ്രികൾക്കും വൻ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് പലിശയുടെ കാര്യത്തിൽ ഇളവുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന മേഖലയിൽ ഇളവുണ്ട്. ഒപ്പം തന്നെ ഇമ്പോർട്ട്സിന്റെ കാര്യത്തിലും ഇളവുകളുണ്ട്. ഒരു ഗ്രീൻ രാജ്യമാക്കി മാറ്റുന്ന ഒരു ബഡ്ജറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമായിരുന്നു ഇലക്ട്രോണിക് വാഹന നയം ഇന്ന് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇന്ന് കൈയടി വാങ്ങി. ഡിജിറ്റൽ സാക്ഷരതാ മിഷൻ വ്യാപിപ്പിക്കുമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. ഉന്നത വിദ്യാഭ്യാസത്തിന് IIT മോഡലിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 400 കോടി രൂപയാണ് മാറ്റിവെച്ചത്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം സ്ഥാപിക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ ഫെലോഷിപ്പുകൾ ഗവേഷകർക്ക് നൽകാനുള്ള സംവിധാനം. ഒപ്പം സ്റ്റഡി ഇൻ ഇന്ത്യ പദ്ധതി വികസിപ്പിക്കും. UGC മാതൃകയിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ പോലെ, കൗൺസിൽ പോലെ ഒരു സ്ഥാപനം കൊണ്ടുവരികയും ചെയ്യുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും അങ്ങനെ നിർമ്മല സീതാരാമൻ കൈയടി വാങ്ങി എന്നർത്ഥം. അടുത്ത പ്രധാനപ്പെട്ട പോളിസിയിലേക്ക് നമ്മൾ പോകുന്നു. അതാണ് സ്ത്രീ ശാക്തീകരണം. നാരി ടു നാരായണി എന്നാണ് നിർമ്മല സീതാരാമൻ അതിനെ വിശേഷിപ്പിച്ചത്. സ്ത്രീ വികസനത്തിന് സ്ത്രീ സെന്റേർഡ് അഥവാ സ്ത്രീ കേന്ദ്രീകൃതം എന്ന പദപ്രയോഗമല്ല നിർമ്മല സീതാരാമൻ നടത്തിയത്. പകരം സ്ത്രീ നയിക്കുന്ന രാജ്യം, സ്ത്രീ നയിക്കുന്ന പദ്ധതികൾ എന്ന അർത്ഥത്തിലാണ് ഈ നാരി ടു നാരായണി പദ്ധതി വിഭാവനം ചെയ്യുന്നത്. ജൻധൻ അക്കൗണ്ടുകളുള്ള സ്വയം സഹായ സംഘങ്ങളിലുള്ള സ്ത്രീകൾക്ക് 5000 രൂപ വരെ ഓവർ ഡ്രാഫ്റ്റ് സംവിധാനം ഒരുക്കും. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനം നൽകും. വിമൻ സെന്റേർഡ് അല്ല, വിമൻ ലെഡ് പദ്ധതികൾക്കാണ് നിർമ്മല സീതാരാമൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്നതർത്ഥം. ജെൻഡർ ബഡ്ജറ്റിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം, അവിടെയും നിർമ്മല സീതാരാമൻ കൈയടി വാങ്ങുന്നു. നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട മേഖലയിലേക്ക് പോകുന്നു. അത് വ്യവസായമാണ്. വ്യവസായ മേഖലയിൽ കൂടുതൽ തൊഴിൽ നൽകാൻ കഴിയുമോ എന്നതാണ് ഈ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ആലോചിച്ചിരുന്നത്. കാർഷിക മേഖലയിലെ തളർച്ചയെ വ്യവസായത്തിന്റെ വളർച്ച കൊണ്ട് മറികടക്കാൻ കഴിയുമോ? കൂടുതൽ വ്യവസായ സംരംഭങ്ങൾ വന്ന് മുരടിപ്പിനെ മറികടക്കാൻ കഴിയുമോ എന്നതായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രതീക്ഷിച്ചിരുന്നതും വ്യവസായ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ടാക്സിന്റെ ഇളവായിരുന്നു. കോർപ്പറേറ്റ് ടാക്സ് 25% അതിന്റെ പരിധി 250 കോടിയിൽ നിന്നും പ്രതിവർഷം ആനുവൽ ടേൺ 400 കോടിയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി വ്യാപിപ്പിച്ചു. 99.03% മിഡിൽ സ്കെയിലുള്ള MSMകളും വരുന്നത് ഈ 400 കോടിക്കുള്ളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നികുതി ഇളവായി ഈ കോർപ്പറേറ്റ് ടാക്സിന്റെ ഇളവിനെ കണക്കാക്കാം. ഇനി അവശേഷിക്കുന്നത് 0.03% മാത്രമാണ്. എന്നാൽ ഒരു വിമർശനമുള്ളത് ഇത് ബാക്കി എല്ലാ മേഖലയിലേക്കും ഈ 400 കോടിയുടെ സീലിംഗ് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിർമ്മല സീതാരാമന്റെ പദ്ധതികളിൽ ചിലത് കാണാതെ പോയത് എവിടെ? നരേഗ എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്.
ഗാന്ധിയെക്കുറിച്ച് സ്വച്ഛ ഭാരതവുമായി ബന്ധപ്പെട്ട് ഓർമ്മിച്ച നിർമ്മലാ സീതാരാമന് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ ഗ്രാം സ്കീമിൽ നരേഗയിൽ എന്താണ് പദ്ധതി ഉണ്ടായിരുന്നത്? എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ച് എന്തു പദ്ധതികളുണ്ട് നിർമ്മലാ സീതാരാമന്? മിനിമം സപ്പോർട്ട് പ്രൈസ് അടക്കമുള്ള കാര്യങ്ങളിൽ എന്തുണ്ട് പറയാൻ നിർമ്മലാ സീതാരാമന്? തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു കണ്ടു. നമുക്ക് വളരെ പെട്ടെന്ന് ചർച്ചകളിലേക്ക് വരാം. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തു നിന്നുമുള്ള ആളുകൾ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം സാമ്പത്തിക വിദഗ്ധരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്തു. ഒരൊറ്റ ചോദ്യമാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. നിലവിൽ നിർമ്മലാ സീതാരാമന്റെ ഈ ബഡ്ജറ്റിന് സാമ്പത്തിക മുരടിപ്പിനെ മറികടക്കാൻ കഴിയുമോ? അതിനുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക പദ്ധതികൾ നിർമ്മലാ സീതാരാമന്റെ ഈ ബഡ്ജറ്റിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം. ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഷമാ മുഹമ്മദ്, BJP വക്താവ് സന്ദീപ് വാര്യർ, CPM പ്രതിനിധി PP ചിത്തരഞ്ജൻ എന്നിവർ ചേരുന്നു. ഒപ്പം സാമ്പത്തിക വിദഗ്ധരെയും നമ്മൾ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ശ്രീ സന്ദീപ് വാര്യരിലേക്കാണ്. സന്ദീപ് വാര്യർ തയ്യാറായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സന്ദീപ് വാര്യർ, സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. നിലവിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിന് ഈ സാമ്പത്തിക മുരടിപ്പിനെ മറികടക്കാൻ കഴിയുമോ? 6.8% നിന്ന് 7% സാമ്പത്തിക വളർച്ച നൽകാനുള്ള ഒരു ഉത്തേജക പാക്കേജ് സംവിധാനം ഈ ബഡ്ജറ്റിൽ എവിടെയാണ് അങ്ങ് കാണുന്നത്? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. തീർച്ചയായും ഈ ബജറ്റ് എന്ന് പറയുന്നത് വളരെ വികസനോന്മുഖമായിട്ടുള്ള കഴിഞ്ഞ 5 വർഷക്കാലത്ത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയിട്ടുള്ള വിവിധ സാമ്പത്തിക പരിഷ്കരണങ്ങളുടെ ഒരു എക്സ്റ്റൻഷനും അതിൻ്റെ ഒരു 2ാം തലമുറ ബജറ്റായിട്ടാണ് ഞാൻ ഇതിനെ വീക്ഷിക്കുന്നത്. നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ഇതിൽ ഒരു വലിയ കുതിപ്പ് നടത്താനുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഗ്രാമീണ മേഖലയിൽ വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഗ്രാമീണ മേഖലയിലേക്ക് കൂടുതൽ പണം നേരിട്ടെത്തുന്നതോടുകൂടി ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അവിടെ വലിയൊരു സാമ്പത്തിക ഉത്തേജനം ലഭിക്കുകയും ചെയ്യും. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളെ, വിവിധ സെക്ടറുകളെ മുഴുവൻ സ്പർശിച്ചുകൊണ്ടുള്ള സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ബജറ്റാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണ ഘടകമായി എനിക്ക് തോന്നിയത് ഒരു വനിതാ മന്ത്രി അവതരിപ്പിച്ച, ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ അവതരിപ്പിച്ച ബജറ്റ് എന്നുള്ള നിലയ്ക്ക് അവർ കൃത്യമായിട്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ ഇതിൽ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. കുടുംബശ്രീ അടക്കമുള്ള കേരളത്തിലെ സ്വയം സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് നേരിട്ട് 5000 രൂപ വരെ ഓടി ലഭിക്കാൻ പോകുന്നു. ജൻധൻ അക്കൗണ്ട് വഴി 5000 രൂപയുടെ ഓടി ലഭിക്കാൻ പോകുന്നു എന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ വീട്ടമ്മമാരുടെ കാര്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതാണ്. 5000 വരാം. നമുക്ക് ആദ്യം സ്ത്രീയിൽ നിന്ന് തന്നെ തുടങ്ങാം. താങ്കൾ ഫോക്കസ് ചെയ്ത പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ആയതുകൊണ്ട് ജെൻഡർ ബഡ്ജറ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. 5000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് ഒരു അംഗത്തിന് ലഭിക്കുന്നതാണോ ഒരു പ്രധാനപ്പെട്ട കാര്യം? 1 ലക്ഷം രൂപയുടെ കാര്യം പറയുന്നുണ്ട്. അതൊരു സഹകരണ സംഘത്തിലെ ഒരാൾക്ക് മാത്രമാണ് അത് കിട്ടുന്നത് എന്നതും ശ്രദ്ധേയമാണ്. കേരളം പോലെ ഒരു സ്ഥലത്ത് 5000 രൂപ കടമായിട്ടാണ് ഒരു സ്ത്രീക്ക് ലഭിക്കുന്നത്. അതിനേക്കാൾ വലിയ തുക കുടുംബശ്രീ യൂണിറ്റുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, ചെറുകിട മൈക്രോ സെൽഫ് ഫിനാൻസിങ് സംവിധാനത്തിലൂടെ. അതത്ര നമ്മൾ ആകർഷണീയമായ ഒരു പദ്ധതിയായിട്ട് തോന്നുന്നുണ്ടോ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്? ഈ 5000 രൂപയ്ക്ക് വേണ്ടി ബ്ലേഡ് പലിശക്കാരനായ തമിഴിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് കേരളവും. അങ്ങ് ഒരുപക്ഷെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയാൽ മതി. എൻ്റെയൊക്കെ നാട്ടിൻപുറത്ത്, പാലക്കാട്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ 5000 രൂപയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബ്ലേഡ് പലിശക്കാരനെ സമീപിക്കേണ്ടി വരുന്ന ആളുകളുണ്ട്. അവിടെയാണ് 5000 രൂപ ബാങ്കിൽ പോയാൽ ഏത് നിമിഷവും അവർക്ക് പിൻവലിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് കൃത്യമായിട്ടും പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് ഈ സ്വയം സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ എന്ന് പറയുന്നവർ ഏറ്റവും പാവപ്പെട്ടവരാണ്. അവരെ സംബന്ധിച്ചോളം 5000 രൂപ വലിയൊരു തുക തന്നെയാണ്. ഏത് നിമിഷവും അവർക്ക് ആക്സസബിൾ ആയിട്ടുള്ള 5000 രൂപ എന്ന് പറയുന്നത് വലിയ തുക തന്നെയാണ്. ഒന്നാമത്തെ കാര്യം. 2, 1 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയുന്നത് ഇങ്ങനെ ചെറുതാക്കി കാണാൻ കഴിയും. ഒരു സംഘത്തിലെ ഒരാൾക്ക് 1 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരൊരു എന്റർപ്രണറായി മാറുകയാണ്. അവർക്ക് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. മുദ്രാ ലോണാണ് കൊടുക്കാൻ പോകുന്നത്. ഒരു സ്വയം സഹായ സംഘത്തിലെ സ്ത്രീക്ക് ഒരു കൊളാറ്ററലും ഇല്ലാതെ 1 ലക്ഷം രൂപയുടെ ലോണ് സർക്കാർ കൊടുക്കാൻ തയ്യാറാകുന്നു, ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത്, മുദ്രാ ലോൺ കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് സമൂഹത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കും. ആ പരിവർത്തനത്തെ കാണാതെ ഓരോ പോയിന്റ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവരിലേക്കും പോയി മടങ്ങി വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താങ്കൾ ആദ്യം ഈ ജെൻഡർ ബഡ്ജറ്റ് എടുത്തത് കൊണ്ട് നമ്മൾ
ആദ്യം സ്ത്രീ ശാക്തീകരണം എടുത്തതുകൊണ്ട് നമ്മൾ ആ വിഷയമാണ് ആദ്യം അടുത്ത 5 മിനിറ്റ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരെ ഷമാ മുഹമ്മദിലേക്ക് പോകുന്നു. ഷമാ മുഹമ്മദ്, ഇതാണ് സന്ദീപ് വാര്യരും BJP ക്യാമ്പും കണക്കാക്കുന്നത്. ഒരു പരിധിവരെ സന്ദീപ് വാര്യർ പറയുന്നതിൽ നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നതും ഇതാണ്. 5000 രൂപ കേരളത്തിന്റെ കുടുംബശ്രീ പശ്ചാത്തലത്തിലുള്ള മൈക്രോ ഫിനാൻസിങ്ങിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ചെറിയ തുകയായി തോന്നിയേക്കാം. പക്ഷേ ആത്മഹത്യ ചെയ്ത തമിഴ്നാട്ടുകാരിയായ ഒരു സ്ത്രീയുടെ കുടുംബത്തിൽ നിന്ന് നോക്കുമ്പോൾ 5000 രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് അവർക്ക് ലഭിക്കുന്നുവെന്നതും ഒരു എന്റർപ്രനറിനെ തങ്ങളുടെ സമൂഹത്തിൽ 1 ലക്ഷം രൂപ സർക്കാർ കൊടുക്കുന്നു എന്നുള്ളതും അത്ര ചെറിയ കാര്യമായി കണക്കാക്കേണ്ടതുണ്ടോ? നാരി ടു നാരായണി എന്ന പദ്ധതിക്ക് ഒരു കൈയ്യടി കൊടുക്കുകയല്ലേ വേണ്ടത് ഷമാ മുഹമ്മദ്? ഇത് ഈ ബഡ്ജറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് 45 കൊല്ലത്തിൻ്റെ ശേഷം പ്രസൻറ്റ് ചെയ്തൊരു ബഡ്ജറ്റ്. ഇതൊരു പ്രൊട്ടക്ഷനിസ്റ്റ് ബഡ്ജറ്റാണ്. അതിൽ ഞാൻ സ്ത്രീകൾക്കായിട്ട് നോർമലി സ്ത്രീകൾക്കായിട്ട് വിമൻ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടാവും. ഹോളായിട്ട് ആ ബഡ്ജറ്റ് സ്ത്രീകൾക്കായിട്ടൊരു ഇതുണ്ടാവും. ഈ 5000 നിങ്ങൾ പറഞ്ഞ പോലെ 5000 രൂപ ഇവിടെ എല്ലാം ഇതിലും അധികം കുടുംബശ്രീ ചെയ്യുന്നുണ്ട്. മറ്റേ സ്ഥലത്തും ഞാൻ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലും വരെ ഇതിലധികം ഉണ്ട്. 5000 രൂപത്തിൻ്റെ അധികം ഉണ്ട്. പല സംസ്ഥാനത്തിലും 5000 രൂപത്തിൻ്റെ അധികമുണ്ട്. അതൊരു വലിയ ഇതൊന്നുമല്ല. പക്ഷെ സ്ത്രീകൾക്കായിട്ട് അവരൊന്നും ചെയ്തിട്ടില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല ഈ ബഡ്ജറ്റിൽ. സ്ത്രീകളെ എഡ്യൂക്കേഷനായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. അവർക്ക് എന്താ എഡ്യൂക്കേഷൻ, അവരെ ഹെൽത്ത് കെയർ, അങ്ങനെ പ്രഗ്നന്റ് ലേഡീസ്, അങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ആ ബഡ്ജറ്റിൽ. പക്ഷെ ഇതിൽ ഒരു കാര്യമില്ല. ഈ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ബഡ്ജറ്റാണ്. ഇപ്പം ഇൻവെസ്റ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു, മുദ്ര ലോൺ ഇൻവെസ്റ്റ്മെന്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. ആ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ ഈ മുദ്ര ലോൺ എന്ന് പറയുന്നത് അതും അവിടെ ക്ലാരിറ്റി അല്ല. മുദ്ര ലോൺ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സന്ദീപ് വാര്യർ തന്നെ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞു മുദ്ര ലോണ് തൊഴിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം അതിൽ തൊഴിൽ വന്നിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം അവരെ സ്വന്തം BJP സർക്കാരിനെ അഡ്മിറ്റ് ചെയ്തു, ഞങ്ങൾക്ക് തൊഴിലില്ലായ്മ ഉണ്ട്, 6.5% തൊഴിലില്ലായ്മ ഉണ്ട്, 45 കൊല്ലത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് തൊഴിലില്ലായ്മ BJP സർക്കാരിനെ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ ഇതിൻ്റെ മുമ്പേ ഈ സന്ദീപ് വാര്യർ തന്നെ പറഞ്ഞത് ഈ മുദ്ര ലോൺസ് ത്രൂ ആണ് തൊഴിൽ കിട്ടുന്നത്. അപ്പം എനിക്ക് മനസ്സിലാകുന്ന ഇതൊരു വെറും പറച്ചല, ഒന്നും ശരിക്കുമായിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇതില്ല. ഒന്നും ഹെൽത്ത് കെയർ എന്ന് പറയുന്ന അവിടെയാണ് ഈ ബിഹേവിയറൽ എക്കണോമിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സർക്കാരിന് തരാനേ കഴിയത്തുള്ളൂ. നിങ്ങളുടെ സംരംഭത്തെ പരിപോഷിപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അത് എങ്ങനെ പരിപോഷിപ്പിക്കുന്നു എന്നത് ശ്രമിക്കേണ്ടതും അതാത് സംരംഭകരാണ്. ഇവിടെ സന്ദീപ് പറഞ്ഞതിൽ ഒരു കാര്യം കൃത്യമാണ്, സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുന്നു. ഈ താഴ്ന്നക്കിടയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, ദരിദ്രരായ സ്ത്രീകളെ സംബന്ധിച്ച് 1 ലക്ഷം രൂപ ഒരു എന്റർപ്രണർഷിപ്പിന് ലഭിക്കുന്നു എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ലല്ലോ. അത് ലഭിക്കുകയാണെങ്കിൽ അതൊരു കൂട്ടത്തിലുള്ള ചില ആളുകൾക്ക് കൂടി ചെറുകിട പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടിയാണ് കിട്ടുന്നത്. നമ്മൾ അതിനെ അത്ര കുറച്ച് കാണേണ്ടതുണ്ടോ ഷമാം? യെസ്, ബിക്കോസ് ഇതിൽ വേറൊന്നും ഇല്ലല്ലോ. ഇത് ആ മുദ്ര ലോൺസ് ടൈപ്പ് അല്ലേ ഇത്. അതന്നെ ഞാൻ പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അതൊരു ബിസിനസ് സെറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീ പി ചിത്രരഞ്ജൻ, സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കൊരു അടുത്ത 3 മിനിറ്റിനുള്ളിൽ ഈ വിഷയം അവതരിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 മേഖലകളിലേക്ക് പോകണം. ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ, ഈ ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന കാര്യത്തിൽ നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റും ഈ പറയുന്ന 1 ലക്ഷം രൂപയും 5000 രൂപ ഓവർ ഡ്രാഫ്റ്റും എന്നുള്ളത് വിമൻ സെന്റേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിമൻ ലെഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയിലേക്കുള്ള മാറ്റം എന്ന നിലയിൽ താങ്കൾ കാണുന്നുണ്ടോ? അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് ശബ്ദവിനിമയത്തിൽ ചെറിയൊരു തകരാറുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ രാജേഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധനായ ശ്രീ രാജേഷ്, താങ്കൾ ഈ ബഡ്ജറ്റ് ചർച്ച ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഈ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കുമെന്ന് എന്ന് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതുമാണ് ജെൻഡർ ബഡ്ജറ്റ്. നിലവിൽ ഈ 2 പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് ഷമാ മുഹമ്മദ് ചോദിക്കുന്നത്. രാജേഷ്, ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യത്തിൽ 1 ലക്ഷം രൂപ വരെ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, സംരംഭങ്ങളെ കെട്ടിപ്പടുക്കുക എന്ന്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു എനേബിളിംഗ് എൻവയറമെൻറ്റ് സൃഷ്ടിക്കുക, അവർക്ക് പ്രതികൂലങ്ങളില്ലാതെ അനുകൂലമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുകയും അതുവഴി അവരുടെ ക്ലിയറൻസസ് സ്മൂത്ത് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സംരംഭമൊക്കെ കെട്ടിപ്പടുക്കാനുള്ള ഒരു താങ്ങായിട്ട് തന്നെ ഇത് നിലനിൽക്കുമെന്നുള്ളത് ശരിയാണ്.
ശരി. ഇനി ആ ഒരു പോയിന്റിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്നതാണ് ചോദ്യം. ശ്രീ രാജേഷ്, നമ്മൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ചില്ലേ നിർമ്മലാ സീതാരാമനിൽ നിന്ന് ഉള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടി കാര്യങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ആ രീതിയിൽ സ്ത്രീകൾക്ക് മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം സ്ത്രീയിൽ നിന്നും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ വളരെ വ്യക്തമാവുന്നുണ്ട്. എക്കണോമിക് സർവേ തന്നെ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് പുതിയ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളത്. പക്ഷേ പുതിയൊരു തൊഴിൽ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മൾ 75% നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിലുള്ളത് 75% SMEs ആണ്. പക്ഷെ അവർ 15% മാത്രമേ തൊഴിൽ കൊടുക്കുന്നുള്ളൂ. 75% ഉള്ള ആളുകൾ 15% കൊടുക്കുമ്പോൾ അവരെ വളർത്തണം, ബിഗ് പ്ലെയേഴ്സ് ആക്കണം. ബാക്കിയുള്ള എല്ലാ തൊഴിലവസരങ്ങളും ബാക്കിയുള്ള റിമൈനിങ് 25 അടുത്ത പോയിന്റ് എടുക്കുന്നതും ഇത് തന്നെയാണ്. കോർപ്പറേറ്റ് ടാക്സ് ഉള്ളവ എങ്ങനെയാണ് SMEസിന് താങ്കൾ പറഞ്ഞതുപോലെ ഈ 15% മാത്രമുള്ളവയെ എങ്ങനെയാണ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചോദ്യം. ശ്രീ മണി അനന്തശിവത്തിലേക്ക് വരുന്നു. ഈ ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ കാര്യത്തിലാണ് ആദ്യത്തെ നമ്മുടെ ഡിസ്കഷൻ. വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞു. ഈ സ്ത്രീ ബഡ്ജറ്റിംഗ് അല്ലെങ്കിൽ ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ കാര്യത്തിൽ നിർമ്മലാ സീതാരാമൻ ഈ രണ്ട് പദ്ധതികളിലേക്ക് അത് മിനിമം ആയി പോയി എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആകാമായിരുന്നില്ലേ? പിന്നെ നിങ്ങളോട് യോജിക്കുന്നു. കാര്യം വെച്ചാൽ ഈ ജെൻഡർ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ 5000 രൂപ എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാണാൻ പറ്റുന്നൊരു തുകയല്ല. 5000 രൂപ ഒരു സാധാരണ ഒരു വനിതയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യ ഒരു കാര്യത്തിന് വേണ്ടി 5000 രൂപ കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉൾനാടുകളിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണപ്പണയത്തിലൂടെയാണ് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പൈസ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബ്ലേഡ് ആൾക്കാരിൽ നിന്നാണ് ഈ 2000 രൂപ 3000 രൂപ. അപ്പോൾ ഈ ടിക്കറ്റ് സൈസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഗോൾഡ് ലോണിൻ്റെ. ഈ ഗോൾഡ് ലോണിൻ്റെ ടിക്കറ്റ് സൈസിൽ ഏകദേശം 20% കൂടുതൽ ഈ പറയുന്ന 5000 രൂപയ്ക്ക് താഴെയുള്ള ലോണുകളാണ്. അത്യാവശ്യമായി കുട്ടിക്ക് സുഖമില്ലാതെ വരുമ്പോൾ 2000 രൂപ മേടിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിന് സുഖമില്ലാതെ വരുമ്പോഴത്തേക്ക് 3000 രൂപ മേടിക്കുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കയ്യിലുള്ള വളയോ മോതിരമോ അല്ലെങ്കിൽ കാതിലുള്ള കമലോ പണയം വെച്ച് 2000 രൂപ 3000 രൂപ എടുക്കുന്ന എത്രയോ വനിതകൾ ഈ രാജ്യത്തുണ്ട്. അവർക്കെല്ലാം ഈ 5000 രൂപ ഓവർ ഡ്രാഫ്റ്റ് ഒരു പരിധി വരെ സഹായമാകുമെന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്നാൽ തന്നെയും ഒരു ധനമന്ത്രി 35 വർഷത്തിന് ശേഷം ഒരു വനിതയായപ്പോൾ നാരി തു നാരായണി എന്ന് തുടങ്ങിയ ആ ഒരു ആർജവം മറ്റുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് വന്നില്ല എന്നുള്ളത് സത്യമാണ്. നാരായണി ടു നിർമ്മലാ സീതാരാമൻ, ഈ ബഡ്ജറ്റിൽ കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ജെൻഡർ ബഡ്ജറ്റിംഗിന്റെ കാര്യത്തിൽ ഇത് 1 ലക്ഷം രൂപയും 5000 ഓവർ ഡ്രാഫ്റ്റും അത്രമാത്രം മതിയോ? അത്രമാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ? ശ്രീ ഷൈജൻ, എന്നെ അങ്ങേക്ക് കേൾക്കാമെങ്കിൽ നാരി ടു നാരായണി, നാരായണി ടു നിർമ്മലാ സീതാരാമൻ, 5000 ഓവർ ഡ്രാഫ്റ്റും 1 ലക്ഷം രൂപ തിരഞ്ഞെടുത്ത സംഘത്തിൽ നിന്ന് ഒരാൾക്കും ലഭിക്കുന്ന സംവിധാനം, അത്ര മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ? സ്ത്രീ ശാക്തീകരണത്തിന് കൂടുതൽ ഊന്നലുകൾ വേണ്ടിയിരുന്നില്ലേ? അത് ഇത്രയും മാത്രമല്ലായിരുന്നു. അത് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ഒരു യൂണിറ്റിൽ ഒരാൾക്കാണ് 1 ലക്ഷം രൂപ എങ്കിൽ ഒരു യൂണിറ്റിൽ ഒരു 20 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രയാ കിട്ടുക എന്നുള്ളത് നമുക്ക് കണക്കുകൂട്ടി എടുക്കാവുന്നതാണ്. ഈ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ള ബജറ്റ് അല്ലെങ്കിൽ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കായിട്ട് പറയുന്നതിലെല്ലാം ഒരു പ്രശ്നം കാണുന്നത് ഇതുപോലത്തെ കുറച്ച് ലോണുകളോ അല്ലെങ്കിൽ സഹായമോ അല്ലെങ്കിൽ ചില ഇളവുകളോ കൊടുക്കുന്നത് പോലത്തെ ഒരു പ്രവണതയാണ്. യഥാർത്ഥത്തിൽ ഒരു സുസ്ഥിരമായ വികസനത്തിനും ലൈവ്ലിഹുഡിനും ഇതാണോ യഥാർത്ഥത്തിൽ വേണ്ടത്? പ്രത്യേകിച്ചും ഒരു ഫുൾ ടൈം ഒരു ഫുൾ ചാർജുള്ള ഒരു വനിതാ ധനമന്ത്രിയിൽ നിന്നും നമ്മൾ അല്പം കൂടെ പ്രതീക്ഷിക്കുമായിരുന്നു. ഒരുപക്ഷെ വരുന്ന ബജറ്റുകളിൽ ശ്രീമതി നിർമ്മലാ സീതാരാമന് അത് സാധിക്കുമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ നാരി ടു നാരായണി എന്നുള്ള ആ പേര് ഈ നാരി ടു നാരായണി എന്നുള്ള പേര് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പോലെ, പല പദ്ധതികളിലും കേൾക്കുന്നത് പോലത്തെ
ഒരു മുദ്രാവാക്യമായിട്ട് മാറുകയാണ്. അതായത് പല പദ്ധതികളിലും നമ്മൾ അങ്ങനെയാണല്ലോ, ചില പേരുകൾ, ആ ചില പേരുകളിൽ നമ്മുടെ ന്യൂസും വാർത്തയും നമ്മുടെ ചർച്ചകളും ഒതുങ്ങി നിൽക്കുകയും അതിനുള്ളിൽ കടന്നു ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ ചെറിയ സഹായങ്ങൾ, ചില സേവനങ്ങൾ ചെയ്യുന്നത് പോലത്തെ സംഗതികൾ മാത്രമേ മാറുള്ളൂ. ഒരു ലൈവ്ലിഹുഡ്, സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഇത് യാതൊരു തരത്തിലും സഹായകരമാണെന്ന് തോന്നുന്നില്ല. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഒരു സ്ത്രീ 1 ലക്ഷം രൂപ അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് അത് അവരെല്ലാവരും കൂടെ ഷെയർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത്. ചോദിച്ചോളൂ. ഷൈജൻ, ഞാൻ ആദ്യം ചോദിക്കേണ്ടിയിരുന്നൊരു ചോദ്യം ഇതായിരുന്നു. ഒരു എക്കണോമിസ്റ്റ് എന്ന നിലയിൽ ഈ ബഡ്ജറ്റ് താങ്കൾ എത്ര മാർക്ക് ഇടുന്നു എന്നുള്ളതാണ്. ഒരു ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന നിർമ്മലാ സീതാരാമൻ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയായി തീരുന്നതിന് ശേഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് എന്ന നിലയിൽ താങ്കളെ നിരാശപ്പെടുത്തിയോ? ഒരു സെക്കൻഡ്. അതിൻ്റെ ഒരു കാര്യം, നമ്മളിതിന് മാർക്ക് എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു കുറവും കാർഷിക മേഖലയുടെ ഒരു കുറവും, അത് കൂടാതെ തന്നെ നമ്മൾ ഈ പോസ്റ്റ് ഫ്ലഡ് സിറ്റുവേഷനിൽ, ഈ ഫ്ലഡ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ മാത്രം നമ്മൾ നോക്കരുത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇത് ഇന്നത്തെയാണെന്ന് തോന്നുന്നു, രത്നഗിരി ഡിസ്ട്രിക്റ്റിലെ ഡാം പൊട്ടിയിട്ട് കുറച്ച് പേര് മരിച്ചു പോകുന്നത്. അതിനുമുമ്പ് ഗുജറാത്തിൽ പ്രശ്നം വരുന്നു, അതിനുമുമ്പ് ഇവിടെ ഓഖി വരുന്നു. നമുക്ക് തുടർച്ചയായിട്ട് നമുക്ക് ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് ഓരോ സ്റ്റേറ്റിലോ ഒരു ജില്ലയിലോ എന്നുള്ളതിലുപരി ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതും കൂടെ പ്രതീക്ഷിച്ചിരുന്നു. ഈ കൃഷിയുടെ കാര്യമൊക്കെ രാവിലെ പറഞ്ഞതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തതാണ്. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് സംഭവിക്കുമ്പോൾ റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ടും മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടും കാര്യമായ ഒരു ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. അതെന്നെ വല്ലാതെ നിരാശപ്പെടുത്തിയായിട്ട് തോന്നുന്നത്. അതും ഒരു പക്ഷേ മാർക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു പോയിന്റായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, താങ്കൾ കുറച്ചുകൂടി വളരെ മൊഡസ്റ്റായിട്ട് തന്നെ അതിനെ സമീപിച്ചു. ചിലർ ഇന്ന് രാവിലെ വളരെ കുറച്ച് മാർക്കാണ് ഇട്ടത്. 2 മാർക്കും 3 മാർക്കും ഇട്ട സാമ്പത്തിക വിദഗ്ധർ വരെ നമ്മളുടെ കൂട്ടത്തിലും ഡിസ്കഷനിലും ഉണ്ടായിരുന്നു. കാര്യം അടിസ്ഥാനമായി ഇതൊരു ബഡ്ജറ്റേ അല്ല എന്ന് തന്നെ പറഞ്ഞ ചില ആളുകളും ഉണ്ടായിരുന്നു. ജോസഫ് സി മാത്യു നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നു. ജോസഫ് സി മാത്യു, ഞാൻ അല്പസമയത്തിനകം താങ്കളിലേക്ക് തിരിച്ചു വരാം. ഷമാ മുഹമ്മദിന് അല്പസമയം കൂടി മാത്രമേ നമ്മളോടൊപ്പം ചിലവഴിക്കാൻ സാധിക്കൂ. ഷമാ മുഹമ്മദ്, ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട വീക്ക്നെസ് താങ്കൾ കാണുന്നത് എന്താണ്? ഒരു ക്വിക്ക് റിയാക്ഷൻ. ഷമാ മുഹമ്മദ്, ഐ എം വെരി സോറി, ശബ്ദത്തിൽ ചില ഒരു സാങ്കേതിക പ്രശ്നം നിലനിൽക്കുന്നു. ഷമാ മുഹമ്മദിലേക്ക് ഈ സമയത്ത് എനിക്ക് വരാൻ കഴിയില്ല. വളരെ പെട്ടെന്ന് ശബ്ദവിനിമയം ശരിയാക്കിയതിനു ശേഷം തിരിച്ചു വരാം. ശ്രീ ജോസഫ് സി മാത്യു നമുക്കൊപ്പം ചർച്ചയിൽ ചേരുന്നു എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഘട്ടത്തിൽ ശ്രീ ജോസഫ് സി മാത്യു, ഒരൊറ്റ വായനയിൽ, ഒരൊറ്റ കേൾവിയിൽ ഈ ബഡ്ജറ്റ് താങ്കൾക്കതിനെ കാണാൻ കഴിയുന്നത്? പ്രതീക്ഷയ്ക്ക് ഒത്ത ബഡ്ജറ്റ് എന്ന് താങ്കൾക്കതിനെ ഈ ഘട്ടത്തിൽ വിശദീകരിക്കാൻ സാധിക്കുമോ? ഈ ധാരാളം ജാർഗൻസുകളും പദപ്രയോഗങ്ങളും ഉണ്ടായിരുന്നു. ഗാവ്, ഗരീബ്, കിസാൻ മുതൽ സ്പേസിൻ്റെ ലിമിറ്റഡ് കമ്പനി വരെയാണ് നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നത്. ഗ്രാമം മുതൽ ബഹിരാകാശം വരെ എത്തിയിരുന്നു. സമസ്ത മേഖലകളെയും ടച്ച് ചെയ്തു പോയി. എന്നാൽ ടച്ച് ചെയ്യാത്ത പല പ്രധാന മേഖലയുണ്ടെന്ന് ഷൈജൻ അടക്കമുള്ളവർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. താങ്കളെ സംബന്ധിച്ച് ഇതിൽ ഇല്ലാതിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അരുൺ, എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ഈ ജാർഗൺസിനപ്പുറത്ത് ഇതൊരു വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ പല ജാർഗൺസ് കൂട്ടിച്ചേർത്ത് ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതല്ലാതെ സാധാരണ നമ്മൾ ബഡ്ജറ്റ് കാണുന്നതിൻ്റെ ഒരു സ്വഭാവത്തിലുള്ളതായിരുന്നില്ല എന്നാണ് ഞാൻ പ്രധാനമായി വിചാരിക്കുന്നത്. ബഡ്ജറ്റ് നമ്മളതിൻ്റെ വരവ് ചിലവ് കണക്കുകളെ സംബന്ധിച്ച് ഒരു അവതരണം നമ്മൾ പ്രതീക്ഷിക്കും. ഓരോ നിർദ്ദേശങ്ങൾ പറയുമ്പോഴും ഇതിൽ നിന്ന് ഇപ്പോൾ സൂപ്പർ റിച്ചിനെ ടാക്സ് ചെയ്യുന്നു, നല്ല കാര്യം, അതിൽ നിന്ന് എത്ര രൂപ വരുമാനം അഡീഷണലായി പ്രതീക്ഷിക്കുന്നു എന്ന് പറയാറുണ്ട്. ഇത്തരം പ്രസ്താവനകളൊന്നും ബഡ്ജറ്റ് സ്പീച്ചിലുണ്ടായിരുന്നില്ല. അത് അനക്ഷേഴ്സിലുണ്ട് എന്ന് പല ഘട്ടത്തിൽ മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫെബ്രുവരിയിൽ ഒരു ഇൻ്ററിം ബഡ്ജറ്റ് അവതരിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. നമ്മൾ നോക്കിയാൽ അഗ്രികൾച്ചറിൻ്റെ, തൊഴിലുറപ്പ് പദ്ധതിയുടെ, റൂറൽ ഇന്ത്യയുടെ, അങ്ങനെ വിവിധ പദ്ധതികളുടെ നമ്മൾ നോക്കിയാൽ അലോക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളിൽ ഒന്നിൽ പോലും നേരത്തെ ഉള്ളതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത ഒരു ബഡ്ജറ്റാണ്. അത് PMAY സ്കീമിൻ്റെ അങ്ങനെ നമ്മൾ ഏതെടുത്താലും സെയിം അലോക്കേഷൻ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അന്ന് പറഞ്ഞത് അതേപടി തന്നെ പറയുകയാണ്. രണ്ടാമത്, ഒരു $5 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മളെ കൺവേർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഇന്ത്യയിലേക്ക് മോഡേൺ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ അല്ലെന്ന് പറയുമ്പോഴും ഡോളർ എന്നുള്ളതിൽ തന്നെയാണ് നമ്മളിപ്പോഴും പറഞ്ഞിരിക്കുന്നത്. അത് പോകട്ടെ,
പക്ഷെ അത് ഒഴിവാക്കി, 8% ഡോളറിൽ തന്നെ വളർച്ച. നിന്നു. സൂട്ട്കേസ് ഒഴിവാക്കി ഡോളറിൽ തന്നെ നിന്നു. അതെ, 8% വളർച്ചാ നിരക്കിൽ ഇവിടെ സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇരിപ്പുണ്ട്. 8% വളർച്ചാ നിരക്കിൽ നമ്മൾ വളർന്നാൽ 11 വർഷം കൊണ്ടേ നമുക്ക് ഈ $5 ട്രില്യൺ എത്താൻ ഒക്കും. അപ്പോൾ 8% എന്ന് പറയുന്ന ഗവൺമെൻറ് പറയുന്ന ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളത് നമ്മൾ അങ്ങ് അംഗീകരിച്ച് കൊടുത്താൽ തന്നെ, മുൻവർഷങ്ങൾ വെച്ച് അത് കഴിയില്ല, പക്ഷേ അങ്ങനെ അംഗീകരിച്ച് കൊടുത്താൽ തന്നെ അടുത്ത 5 വർഷം കൊണ്ട് ഈ $5 ട്രില്യൺ എക്കണോമിയിലെത്തും എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കലി സാധ്യമല്ല. അപ്പോൾ തന്നെ ബഡ്ജറ്റിൻ്റെ ഒരു അടിസ്ഥാന സങ്കല്പം അവിടെ തീർന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞത് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഒരു 100 ലക്ഷം കോടിയുടെ 5 വർഷം കൊണ്ട് 100 ലക്ഷം കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. പക്ഷേ അത് ബഡ്ജറ്റിലുള്ളതേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിഞ്ഞിടത്തോളം ബഡ്ജറ്റിൻ്റെ അനക്ഷേഴ്സിലും അത് സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള നമ്മുടെ ഒരു ബഡ്ജറ്റ് സ്പെൻഡിങ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 7 lakh crores വരുന്നതാണ്. നമ്മൾ ഈ പറയുന്ന 100 ലക്ഷം കോടിയിലേക്ക് എത്തണമെങ്കിൽ അതിൻ്റെ ഒരു 3-3.5% വർധനവ് പ്രതിവർഷം ഉണ്ടാകേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് ഒരു മാറ്റവുമില്ലാതെ മുൻ വർഷങ്ങളിലെ ഇൻട്രീം ബഡ്ജറ്റിലൊക്കെ പറഞ്ഞ അതേ കാര്യം പറയുകയും, എന്നാൽ ബഡ്ജറ്റ് സ്പീച്ചിൽ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൂസ്റ്റായിട്ട് ഒരു ബൂം എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ 100 ലക്ഷം കോടിയുടെ കാര്യവും പറയുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കണക്കൊരു തരത്തിലും ടാലിയാകാത്ത, കണക്കിനെക്കുറിച്ച് ബോധർ ചെയ്യുക പോലും ചെയ്യാത്ത ഒരു രാഷ്ട്രീയ പ്രസംഗം പോലെ ഈ ബഡ്ജറ്റ് നടത്തി എന്ന് പറയുന്നത് സത്യത്തിൽ പാർലമെന്റിനോടുള്ള അവഹേളനം കൂടിയാണ്. ഈ അനക്സറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രസന്റ് ചെയ്താൽ മതിയായിരുന്നു, കുറച്ചുകൂടി അതിനൊരു സാമ്പത്തിക സ്വഭാവം വരുമായിരുന്നു എന്നാണോ? അല്ല, അനക്ഷർ എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഒരു അനക്ഷർ വെക്കുകയല്ലല്ലോ. ഇവിടെ നമ്മൾ പറയുന്നതിൻ്റെ സ്പെസിഫിക്സ്, കണക്കുകൾ എങ്ങനെയെന്നുള്ളത് കൃത്യമായി പാർലമെൻറ്റിലെ നമ്മുടെ ജനപ്രതിനിധികൾക്ക് സമർപ്പിക്കുന്നതാണ് ഈ അനക്ഷർ എന്ന് പറയുന്നത്. ആ ബഡ്ജറ്റ് പേപ്പേഴ്സിൽ പോലും ഇല്ലാതെ ഈ 100 ലക്ഷം കോടിയെ സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ലാതെ കഴിഞ്ഞ ഇൻട്രീം ബഡ്ജറ്റിലെ അതേ കണക്കുകൾ തന്നെ നിരത്തിയ ശേഷം ബഡ്ജറ്റ് പ്രസംഗത്തിൽ എൻ്റെ കണക്കുകളിൽ അതുണ്ട് എന്നുള്ള രീതിയിൽ പാർലമെന്റിന്റെ മുന്നിൽ, നമ്മുടെ ജനപ്രതിനിധികളുടെ മുൻപിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയാണ്. അത് യഥാർത്ഥത്തിൽ പാർലമെന്റിനോട് കാണിക്കുന്ന ഒരു അവഹേളനം കൂടിയാണ്. അത് എല്ലാ കാര്യങ്ങളിലും. ശ്രീ സന്ദീപ് വാര്യർ, ഇതിനാണ് അങ്ങ് ഉത്തരം പറഞ്ഞു തുടങ്ങേണ്ടത്. ഈ ഘട്ടത്തിൽ എവിടെയാണ് ഈ 100 ലക്ഷം കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന തുകയെക്കുറിച്ചുള്ള പരാമർശം ബഡ്ജറ്റിലുള്ളതെന്ന് ചോദിക്കുന്നു. അനക്സർ പൂർണ്ണമായും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അനക്സറിൽ അങ്ങനെയൊന്നുണ്ടോ? ജെയിംസ് മാത്യുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിലുണ്ടെങ്കിൽ അങ്ങേക്ക് പെടുത്താവുന്നതാണ്. അതില്ലെങ്കിൽ എന്തിനാണ് ബഡ്ജറ്റ് അവതരണത്തിൽ ഇല്ലാത്ത ഒരു സംവിധാനത്തെക്കുറിച്ചും സംരംഭത്തെക്കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചും മന്ത്രി കള്ളം പറയാൻ ശ്രമിച്ചത്? വളരെ ഗുരുതരമായ ഒരു അലിഗേഷനാണ്. സന്ദീപ്, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബജറ്റിൽ കൃത്യമായി പ്രൊവിഷൻ ചെയ്യാതെ ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ പണം നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുമോ? ഒരു ധനകാര്യമന്ത്രിക്ക് പാർലമെന്റിൽ എണീറ്റ് ലോക്സഭയിൽ എണീറ്റ് എന്ന് പറയാൻ കഴിയുമോ? വെറുതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. ഇത് PIB ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൃത്യമായ കണക്ക് PIBയുടെ ട്വീറ്റാണ്. അങ്ങ് ആ ട്വിറ്റർ ഹാൻഡിൽ ഒന്ന് പരിശോധിച്ചാൽ അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഓരോരോ ഹെഡ്സിനും എത്ര രൂപ എന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയില്ല. ഞാൻ മുഴുവനും വായിക്കാൻ അങ്ങനെ സമയം ഉണ്ടാവില്ല, വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഇത് PIBയുടെ ട്വീറ്റാണ്. ഇന്ന് പാർലമെന്റിൽ ടേബിൾ ചെയ്ത ബഡ്ജറ്റിന്റെ അനക്സറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. സന്ദീപ്, അല്ല, അത് ഇതൊന്നും ഇല്ലാതെ വെറുതെ അങ്ങ് ചുമ്മാ രാഷ്ട്രീയ പ്രസംഗം നടത്തിയാണെന്നൊക്കെ പറഞ്ഞു പോയാൽ അദ്ദേഹത്തിനോട് എനിക്ക് സഹതാപം തോന്നുകയാണ്. ഇവിടെ പിന്നെ കേരളത്തിലേതുപോലെയുള്ള രാഷ്ട്രീയ പ്രസംഗം നടത്തി, എന്താ പറയുക, പ്രവാസി ചിട്ടി നടത്തി 10,000 കോടി കൊണ്ടുവരുമെന്ന് പറഞ്ഞ് 10 കോടി കൊണ്ടുവരുന്ന പരിപാടിയൊന്നുമല്ല കേന്ദ്രത്തിൽ നടക്കുന്നത്. അവിടെ വൃത്തിയായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് ഇരിക്കുന്നത്. ജെയിംസ് മാത്യു, ഇത് അനക്സറിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ സന്ദീപ് പറയുന്നത്. ജെയിംസ്, അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് 2 മണിക്കൂർ മുമ്പത്തെ ട്വീറ്റാണ്. അത് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് നമ്മൾ പറഞ്ഞ പ്രസംഗത്തിൽ ഒരിടത്തും ഇല്ല എന്ന് മാത്രമല്ല, ഇത് അതിൻ്റെ കണക്കുകൾ സപ്പോർട്ട് ചെയ്യാത്ത വെറും ഒരു പെരിഫറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ 100 ലക്ഷം കോടി സംബന്ധിച്ചുള്ള ഈ കണക്ക് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തോ ഉയർത്തി കാണിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, മൊബൈൽ ഞാൻ കാണുന്നുണ്ടെന്നേ ഉള്ളൂ, എനിക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. PIBയുടെ ട്വിറ്ററാണ് കാണിച്ചത്. അതിൽ എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നിടത്ത് ഇതുണ്ട് എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ അവകാശപ്പെടുന്നത്. നമുക്ക് പരിശോധിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരുത്താം. നിങ്ങൾ പറയൂ, 100 ലക്ഷം കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യ കണ്ടിട്ടില്ലാത്ത, സമാനതകളില്ലാത്ത ഇൻവെസ്റ്റ്മെന്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിൽ എനിക്ക് സംശയമില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ റെയിൽവേയുടെ കാര്യത്തിൽ മാത്രം 12 വർഷം കൊണ്ട് 50 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണക്കുകളും ബഡ്ജറ്റിലില്ല. അങ്ങനെയാണെങ്കിൽ 25 ലക്ഷം കോടി തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. സാഗർമാല മുതൽ നിരവധി പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റ് നിരവധി പദ്ധതികളെ കുറിച്ച് ധനകാര്യമന്ത്രി ലോക്സഭയിൽ പ്രസംഗിക്കുകയും അതിലേക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു. അതോടൊപ്പം തന്നെ 12 വർഷത്തേക്ക് റെയിൽവേയിൽ 50 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, കണക്കുകൾ മുഴുവനായിട്ടും PIBയുടെ ട്വീറ്റിൽ 2 മണിക്കൂർ മുൻപ് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. മുഴുവൻ ഇരുന്ന് വായിക്കാൻ തയ്യാറാണ്. നമ്മുടെ ഈ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ചെറിയ സമയത്തിൽ കഴിയില്ല. ജോസഫ് സി മാത്യു ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിൽ ഇത് പരിശോധിക്കുകയും ചെയ്യാം. അങ്ങ് പറയുന്നത് പോലെ അത് PIBയുടെ ട്വീറ്റുകളുണ്ടെങ്കിൽ അത് അവിടെ അവസാനിച്ചു. ധനകാര്യമന്ത്രി അദ്ദേഹത്തെ പോലെ ഒരാൾ പറയാൻ പാടുള്ളതാണോ അങ്ങനെയൊക്കെ? കണ്ടില്ല, അദ്ദേഹം അനക്സിൽ അത് കണ്ടില്ല, ഞങ്ങളും കണ്ടില്ല. ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഉന്നയിക്കരുത്. ശരി, നമുക്കത് അവിടെ നിർത്താം. രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. ശരി, നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ അതുണ്ടോ, ഉണ്ടെങ്കിൽ നന്ന്. അദ്ദേഹം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. 100 ലക്ഷം രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം, 100 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഏതൊരു ഗവൺമെന്റും ഇതുവരെ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും വൈപുല്യമാർന്നതാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ അടുത്ത പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്: കാർഷിക വളർച്ചയെ 2.9-ൽ നിന്ന് പിടിച്ചു കയറ്റാനുള്ള എന്ത് സംവിധാനമാണ് ഇന്ന് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലുള്ളത്? ഞാൻ ആദ്യം സന്ദീപ് വാര്യരിലേക്ക് വരുന്നു, അതിനുശേഷം ശ്രീ ജോസഫ് സി മാത്യുവിലേക്കും ഷൈനിലേക്കും വരാം. വളരെ പെട്ടെന്ന് ക്വിക്ക് റെസ്പോൺസ്, നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ, അതുകൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായ ആശയം പറഞ്ഞു പോകാം. സന്ദീപ്. കാർഷിക വളർച്ച തീർച്ചയായിട്ടും കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി കർഷകർക്ക് അവരുടെ ന്യായവില ഉറപ്പാക്കാൻ ഒരു വിലപേശൽ ശക്തി കിട്ടാൻ വേണ്ടി 10,000-ഓളം സംഘങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട് അവർക്കൊരു വിലപേശൽ ശക്തി കൊടുക്കണം എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. 1. 2, ഇടവിളകളെ കാര്യമായിട്ട് ഈ ബജറ്റ് പരിഗണിക്കുന്നുണ്ട്. കർഷകർക്ക് കൂടുതൽ വരുമാനം ഉള്ള കൃഷികൾക്കിടയിൽ തന്നെ കൂടുതൽ സീറോ ബജറ്റ് ഫാമിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രാമുഖ്യം ഈ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ മാത്രം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ വിപുലീകരിക്കാനും ഇന്ത്യ മുഴുവൻ എത്തിക്കാനും വളരെ പെട്ടെന്ന് തന്നെ കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പിക്കാനുമുള്ള ഒരു പദ്ധതികളാണ്, വളരെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ. പക്ഷേ ഒരു സംശയം ഇതാണ്, എത്ര ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും? അല്ല, അതിന്റെ കണക്ക് വേണമെങ്കിൽ ഞാനിപ്പോ ആദ്യം നോക്കണം. PIBയുടെ ട്വീറ്റിൽ വന്നിട്ടുണ്ട്. ഓരോ വിഭാഗത്തിന് വായിക്കാൻ സമയമുണ്ടെങ്കിൽ ഞാൻ വായിച്ചു തരാം. ഈ ജോസഫ് സി മാത്യു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം അടിസ്ഥാന മേഖലയായ കാർഷിക മേഖലയിലേക്ക് എത്ര രൂപ, പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ 1000 പുതിയ ഫാർമർ പ്രൊഡ്യൂസർ സംഘങ്ങൾ ഉണ്ടാക്കുന്നു, ഓൺലൈനിൽ മാർക്കറ്റ് ഇനാം തുടങ്ങുന്നു, സീറോ ബജറ്റ് അഗ്രികൾച്ചർ. ഒരു മിനിറ്റ് ഞാൻ പറയാം. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ് 1,51,518 crore. ഇതിപ്പോ PIBയുടെ ട്വിറ്ററിൽ വന്നതാണ്. അതെ, ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട്. അതെ PIBയുടെ ട്വിറ്ററിലാണ്. ഇപ്പൊ നോക്കൂ, 2 മണിക്കൂർ മുമ്പ് ട്വീറ്റ് ചെയ്താണ്. ശ്രീ ജോസഫ് സി മാത്യു. സന്ദീപ് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ അരുൺ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ബഡ്ജറ്റ് അഗ്രികൾച്ചറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് PM കിസാൻ എന്ന് പറയുന്ന സ്കീമും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ്. ഇത് PM കിസാന് വേണ്ടി മാറ്റിവെച്ചത് കുറച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അഗ്രികൾച്ചർ സ്പെൻഡിങ്ങിനേക്കാൾ കുറവാണ് ഈ വർഷത്തെ അഗ്രികൾച്ചർ സ്പെൻഡിങ്. PM കിസാൻ ഈ 6000 രൂപ ഇത് കൊടുക്കുന്നതിന് തന്നെ 75,000 കോടി മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കണക്കനുസരിച്ച് 1.5 ലക്ഷം കോടി ഉണ്ടെങ്കിൽ പോലും കഴിയില്ല എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. ഗവൺമെൻറ് ഇപ്പോൾ നേരത്തെ ഉള്ള സെൻസസിൻ്റെ ഡാറ്റ വെച്ച് മാത്രമാണ് പറയുന്നത്. അങ്ങനെ 75,000 കോടി എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ കണക്ക് അംഗീകരിച്ചാൽ തന്നെ കഴിഞ്ഞ വർഷത്തെ സ്പെൻഡിങ്ങിന് അഗ്രികൾച്ചർ സ്പെൻഡിങ് പോലും ഈ വർഷത്തെ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കെയാണ് ഈ റൂറൽ ഡിസ്ട്രസിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. പുതുതായി ഒരു പദ്ധതിയും കൊണ്ടുവന്നിട്ടില്ല. 10,000 ഈ ക്ലസ്റ്ററുകൾ രൂപീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. പക്ഷേ അത് ചെയ്യാനുള്ള പണമില്ല. അതിനുവേണ്ടിയുള്ള പണം വകയിരുത്തേണ്ട സമയമാണ് ബഡ്ജറ്റിനുള്ള സമയം. അതിനുവേണ്ടിയുള്ള പണം വകയിരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, മുൻ വർഷത്തെ പണം പോലും ഈ വർഷം വകയിരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ അഗ്രികൾച്ചർ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമാണ് ഇതുവഴി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ചോദ്യം.
കാർഷിക മേഖലയിലെ കഴിഞ്ഞ 3 വർഷമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് സെക്യുലറായിട്ട് ഗ്രോത്ത് റേറ്റ് കുറഞ്ഞ് വന്ന് ഇപ്പോൾ 2.9%, കഴിഞ്ഞ ഈ വർഷത്തെ അവസാനത്തെ പാദത്തിൽ ഇത് -0.1%മാണ് അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്ത് റേറ്റ്. ബജറ്റ് സ്പീച്ച് നോക്കുമ്പോൾ ഒരു 3 പാരഗ്രാഫിൽ അഗ്രികൾച്ചറിനെ കുറിച്ച് കാണുന്നുണ്ട്. ഒന്ന് 48, 49, 50 ഈ 3 പാരഗ്രാഫിലാണ് അഗ്രികൾച്ചറിനെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇതിൽ ആദ്യത്തേൽ പറഞ്ഞിരിക്കുന്ന സംഗതി ഇതാണ്: നമ്മൾ വാല്യൂ അഡീഷൻ, അഗ്രികൾച്ചറിലെ വാല്യൂ അഡീഷനുമായി ബന്ധപ്പെട്ട സംഗതികളിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന്. അതായത് വി വിൽ സപ്പോർട്ട് പ്രൈവറ്റ് ഓൺട്രപ്രണർഷിപ്പ് ഇൻ ഡ്രൈവിംഗ് വാല്യൂ അഡീഷൻ. അപ്പോൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു സെൻറ്റൻസ്. അടുത്തതിൽ ഒരു 10,000 പുതിയ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാകും. മൂന്നാമത്തത് മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ചോദിക്കട്ടെ, എനിക്കറിയില്ല, ഞാൻ വായിച്ചത് ഇത് 3 ഈ 3 പാരഗ്രാഫിലാണ് അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. ഇത് 3ലും കൃഷിയുടെ വളർച്ചയെ നേരിട്ടോ അല്ലാതെയോ കൃഷിയുടെ വളർച്ചയെ വളർത്താൻ പറ്റുന്ന തരത്തിൽ ഇത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്നോ അത് കൃത്യമായിട്ട് വളരുമെന്നോ നേരിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷേ വാല്യൂ അഡീഷൻ എന്നുള്ള ഐഡിയ ആയിരിക്കും, പഴയ ഐഡിയ ആണ്, പക്ഷെ നല്ല ഐഡിയ ആണ്. വാല്യൂ അഡീഷൻ പ്രോസസ്സിലൂടെ നമുക്ക് കൃഷിയിലേക്ക് നല്ല ഊന്നൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് പറയുന്നതല്ലാതെ കൃത്യമായി എന്ത് ചെയ്യുമെന്നും അതിനുവേണ്ടി എത്ര പണം നീക്കി വയ്ക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ചർച്ചയ്ക്കും അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ചിരുന്നത് പോലെ കൃഷിക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ക്വിക്ക് റിയാക്ഷൻ ഫ്രം ഡോക്ടർ രാജേഷ്. സാമ്പത്തിക മേഖല, കാർഷിക മേഖലയിലും കാര്യമായി ഊന്നൽ നൽകാൻ നിർമ്മല സീതാരാമന് കഴിയാതെ പോയോ ഈ ഘട്ടത്തിൽ? ഈ ഇന്നത്തെ ബഡ്ജറ്റിൽ എനിക്ക് 1-2 പോയിന്റ് പറയാനുണ്ട്. അതായത് ഇന്ന് അവർ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ നിർമ്മല സീതാരാമനോട് പല പത്രപ്രവർത്തകരും ചോദിച്ചിരുന്നു ഡിഫൻസിൽ അലോക്കേഷൻ അല്ല ഒന്നും പറഞ്ഞു. അപ്പോൾ അവർ അത് എടുത്ത് വായിച്ചു. പിന്നെ രണ്ടാമത് അവരോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. ഈ കോർപ്പറേറ്റുകളുടെ 400 കോടി വരെയുള്ള ടാക്സ് 25% കുറച്ചപ്പോൾ എത്ര രൂപയുടെ ക്രോർസിൻ്റെ നഷ്ടം സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അവരുടനെ അത് സെക്രട്ടറിയോട് പറഞ്ഞു. ധനസെക്രട്ടറി അതിൻ്റെ ഡീറ്റെയിൽ അപ്പോൾ കൊടുത്തു. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനോട് ആഡ് ഓൺ ചെയ്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതിൽ അങ്ങനെ ചില അരിത്തമെറ്റിക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസാസ്റ്റർസ് ആയിരുന്നോ? സിമ്പിൾ സ്ട്രെയിറ്റ്. ഒട്ടുമല്ല. അടിസ്ഥാനമായ കണക്കുകൾക്ക് ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയുന്നില്ലെങ്കിൽ, അടിസ്ഥാനമായ ചില ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ബഡ്ജറ്റ് ജോസഫ് മാത്യു വളരെ മാന്യമായി പറഞ്ഞു. പൊളിറ്റിക്കൽ മുദ്രാവാക്യങ്ങളായി അല്ല, അതിനെ അനുകൂലിക്കുന്നില്ല. കാരണം അതിൻ്റെ അനക്ഷറുകൾ കൃത്യമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽ കിട്ടുള്ളൂ. ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ ടാക്സ് 25% വരെ കുറച്ചു എന്ന് പറഞ്ഞു. അതിൽ 400 കോടിയാണ് ടേൺ ഓവർ പറഞ്ഞത്. പക്ഷെ നമ്മൾ കൃത്യം പരിശോധിച്ചാൽ അതിൽ പറയുന്ന ബഡ്ജറ്റിൽ പറഞ്ഞ എന്താ 99.3% കമ്പനികൾക്കും ഇത് കിട്ടും, ബാലൻസ് കുറച്ച് കമ്പനികളെ പോകുന്നുള്ളൂ. ഈ 99.3% എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. നമ്മൾ വാല്യൂവിൽ നോക്കുകയാണെങ്കിൽ 20% വാല്യൂ ഉള്ളൂ. അപ്പോൾ അതേപോലെ നമുക്ക് പല കാര്യങ്ങളും എല്ലാ ബഡ്ജറ്റിലും ആരവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും നമ്മൾ ഫിഗറിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ റിയാലിറ്റി ആയിട്ട് നോക്കുകയാണെങ്കിൽ പല മിസ്മാച്ച് ഉണ്ടാവും. ഞാൻ ജോസഫ് മാത്യു പറഞ്ഞ കാര്യത്തോട് ഞാൻ പരിപൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ഫിഗറുകളും കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പരിപൂർണ്ണമായിട്ട് നടത്താൻ പറ്റൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇന്ന് എല്ലാ ഇംഗ്ലീഷ് ചാനലുകളും പറഞ്ഞു ഏതെങ്കിലും ബഡ്ജറ്റ് വരുന്ന സമയത്ത് ഫിഗറുകൾക്ക് വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? ദിവസമല്ലല്ലോ, ഇന്നിപ്പോൾ അവതരിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. അനക്ഷറിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ലല്ലോ. ഇതിന്റെ മുഴുവൻ ഡോക്യുമെന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. അല്ല, ഞാൻ വേറൊരു കാര്യം പറയാം. ശ്രീമണി, ഒരു ക്വിക്ക് ടേക്ക് ഓൺ ദിസ്. കാർഷിക മേഖലയെ എങ്ങനെയാണ് നിർമ്മല സീതാരാമൻ ഈ തഴുകി തലോടി പോയത്, കാര്യമായി കടന്നു ചെല്ലാതെ പോയത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊരു ക്വിക്ക് സ്റ്റേറ്റ്മെന്റ്. അതായത് അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പൾസസ്, അതായത് നമ്മുടെ ഈ ധാന്യവിളകളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടി, അതോടുകൂടി നമുക്ക് വളരെയധികം ഇമ്പോർട്ട് കുറഞ്ഞു, അത് ഫോറിൻ എക്സ്ചേഞ്ച് സേവിങ്സ് ഉണ്ടായി എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കാർഷിക വിളകളുടെ
ഉത്തേജനമല്ല ഇപ്പോൾ ആവശ്യം. കാർഷിക വിളകളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് വാല്യൂ അഡീഷനും അതുപോലെ തന്നെ സംസ്കരണത്തിനുള്ള കാര്യവും അവരുടെ മാർക്കറ്റിംഗ് സപ്പോർട്ടുമാണ്. അത് മൂന്നുമാണ് അവർ ഊന്നൽ നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് തുടക്കം മുതലേ എല്ലാ കൺവെൻഷണൽ ബഡ്ജറ്റിംഗ് സ്റ്റാൻഡേർഡ്സും അവർ തിരുത്തി കുറിച്ചിട്ടുണ്ട്. അതായത് ഒരു സൂട്ട് കേസിൽ നിന്ന് ബഡ്ജറ്റ് കൊണ്ടുവരുന്നത് കഴിഞ്ഞ് ഫോറിൻ മെത്തഡോളജി, അതായത് നമ്മളിപ്പോൾ അമേരിക്കയിലും അതുപോലെ തന്നെ വേറെ വിദഗ്ധ സാമ്പത്തിക രാജ്യങ്ങളിലും ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫിഗേഴ്സ് എല്ലാം കൊടുക്കുന്നത് അനക്സറിലാണ്. അതുപോലെ ഒരു റിനോവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീഫോർമേഷൻ അവരിത് കൊണ്ടുവന്നുകൊണ്ടാണ് എല്ലാവർക്കും ഇതിനൊരു മുരടിപ്പുണ്ടായി തോന്നുന്നത്. ചോദിക്കുകയാണെങ്കിൽ പോലും ഇത് ആ സൂട്ട് കേസിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ആ അരിത്തമാറ്റിക്സ് കൂടി കൃത്യമായിട്ട് അപ്പൻഡിക്സിൽ നമുക്ക് കാണുമായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. 90 സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. This is 24. Budget.